ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025-ൻ്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി റിലേറ്റീവ് സ്പീഡ് ദിശ അക്കാഡമി മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റിലേറ്റീവ് സ്പീഡിൻ്റെ ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു ക്ലാസ് കിട്ടും. ആ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലേറ്റീവ് സ്പീഡിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ആ ക്ലാസ് കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏറ്റവും അടിപൊളിയായിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് നമ്മുടെ ഫോക്കസ് ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷനിൽ റൺ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഫീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളിപ്പോൾ 2024 CGL ജസ്റ്റ് ഔട്ടായി കട്ട് ഓഫ് ക്ലിയർ ചെയ്യാതെ പോയവരും അതുപോലെ ഉദ്ദേശിച്ച പോസ്റ്റ് കിട്ടാതെ ചെറിയ പോസ്റ്റിലോട്ട് പോയവരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ അഡ്വാൻസ് ലെവലിൽ ഏറ്റവും നല്ല ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു 75 ഡേയ്സിൻ്റെ ആ ഒരു ടാർഗറ്റ് വെച്ച് പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ എക്സാംസിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ട് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. റിലേറ്റീവ് സ്പീഡ് കൺസെപ്റ്റിൽ നിന്നും ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും വന്നിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറുകളും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഫോമിലുള്ളൂ, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. അതിനെ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് തുടങ്ങാം. റൂബി ഗോസ് ടു എ മൾട്ടിപ്ലക്സ് അറ്റ് ദ സ്പീഡ് ഓഫ് 3 km/h ടു സീ എ മൂവി ആൻഡ് റീച്ചസ് 5 minutes late. If she travels at the speed of 4 km/h, she reaches 5 minutes early. The distance of the multiplex from her starting point. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു S1 S2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് S1 - S2 ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ S1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്പീഡ്, S2 എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്പീഡ്, മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുക്കത്തുള്ളൂ. ആ സ്പീഡിന്റെ ഡിഫറൻസ് ഇൻറ്റു ടൈം ഡിഫറൻസ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആദ്യമേ ഒരു സ്പീഡിൽ പോയി രണ്ടാമത് വേറൊരു സ്പീഡിൽ പോയി, അപ്പോൾ ടൈമിലുള്ള ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണിത്. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് 3 km/h, S1-നെ 3 എന്ന് കൊടുക്കുന്നു, പിന്നെ 4 km/h, S2-നെ ഞാൻ 4 എന്ന് കൊടുക്കുന്നു. അതിന്റെ ഡിഫറൻസ് 4 - 3 1 പോസിറ്റീവ് ഡിഫറൻസ് എഴുതുക. ഇൻറ്റു ഇതെല്ലാം km/h വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം 5 മിനിറ്റ് ലേറ്റ് ആയി, പിന്നെ 5 മിനിറ്റ് ഏർലി ആയി. അപ്പോൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. അപ്പോൾ 10 മണിക്ക് എത്തണമായിരുന്നെങ്കിൽ ആദ്യം 10:05 എത്തുന്നത്. രണ്ടാമത്തെ കേസിൽ എന്താ, സ്പീഡ് കൂട്ടിയപ്പോൾ 9:55 എത്തി. അതായത് ടോട്ടൽ ഡിഫറൻസ് എത്രയാണ്? 10 മിനിറ്റ് ഇവിടെയും 10 മിനിറ്റ് ഇവിടെയും, ടോട്ടൽ 5 മിനിറ്റ് ഇവിടെ 5 മിനിറ്റ് ഇവിടെയും, ടോട്ടൽ 10 മിനിറ്റിന്റെ ചേഞ്ച് ആണ് അവിടെ ടൈമിൽ വന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ ടി ടൈം ഡിഫറൻസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് അവിടെ ടൈമിന്റെ ചേഞ്ച് കൊടുക്കാം. ടൈമിന്റെ ചേഞ്ച് എത്രയാണ്? 10 മിനിറ്റ് ആണ്. ഇവിടെ km/h ആണ്, km/h ആണ്. ഇതും എന്താണ്? km/h ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിനിറ്റിൽ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ആൻസർ കിലോമീറ്ററിലാണ് വേണ്ടത്. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ പെർ അവർ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? മണിക്കൂറിൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ പെർ അവറിലെ ആ പെർ അവർ എന്ത് ചെയ്യും? അത് ഇവിടുത്തെ മണിക്കൂറോട്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് കിലോമീറ്ററിൽ ആൻസർ കിട്ടും. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ മിനിറ്റിനെ കിലോമീറ്റർ ആക്കാൻ മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ആൻസർ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ 1/6 ആണ്. 12/6 നമുക്ക് എത്ര കിട്ടും? 2 കിലോമീറ്റർ ആൻസർ കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? ആ ഒരു മൾട്ടിപ്ലക്സിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സെയിം ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് എഴുതാം. 3 × 4 12/1 ഇൻറ്റു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10/60 അല്ലെങ്കിൽ 12/6 2 കിലോമീറ്റർ. കൺസെപ്റ്റ് പഠിക്കുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രൈവർ ഓഫ് എ കാർ. അപ്പോൾ നിങ്ങൾ പിനാക്കളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. എ ഡ്രൈവർ ഓഫ് എ കാർ വിച്ച് ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 75 km/h locates a bus 80 meter ahead of him, traveling in the same direction. After 15 seconds, he finds that the bus is 40 meter behind the car. What is the speed of the bus? ബസ്സിന്റെ സ്പീഡാണ് വേണ്ടത്.
അപ്പോൾ എൻ്റെ റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ ഈ ക്വസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കാറിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, 80 മീറ്റർ ആണ് ആദ്യത്തെ ആ ഒരു ദൂരം എന്ന് പറയുന്നത്, അവർ തമ്മിലുള്ള ദൂരം. പിന്നെന്താ 15 സെക്കൻഡിന് ശേഷം ഇത് 40 മീറ്റർ ബിഹൈൻഡ് ആയി, അതായത് ബസ് ഈസ് 40 മീറ്റർ ബിഹൈൻഡ് ദ കാർ. അപ്പൊ കാർ ഓടിച്ച് 40 മീറ്റർ മുന്നിൽ പോയി. അപ്പൊ ടോട്ടൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സഞ്ചരിച്ച ദൂരം എത്രയാണ്? 120 മീറ്റർ ആണ്. അപ്പൊ ഈ 120 മീറ്റർ ഇവര് 15 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്തത്? 120 മീറ്റർ 15 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു കാറ് സഞ്ചരിച്ചത്. അല്ലെങ്കിൽ 120 മീറ്റർ ആണ് ആ ഒരു ഗ്യാപ്പ് ഉള്ളത്, അത് 15 മിനിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ആദ്യമേ ഇനിഷ്യലി 80 മീറ്റർ ആയിരുന്നു ഡിഫറൻസ്. അപ്പൊ അതിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും എന്താണ് മൂവ് ചെയ്യണം. അപ്പോൾ ആ 80 മീറ്ററും ആര് കവർ ചെയ്തു? നമ്മളുടെ കാറ് കവർ ചെയ്തു. അതുപോലെ 40 മീറ്റർ എന്ത് ചെയ്തു? കവർ ചെയ്തു 15 സെക്കൻഡ്. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇപ്പൊ ടൈം എത്രയാണ്? 15 സെക്കൻഡ് ആണ്. 15 സെക്കൻഡ് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് അവിടെ എത്രയാണ് വന്നത്? ഡിസ്റ്റൻസ് 120 മീറ്റർ ആണ്. ടോട്ടൽ സഞ്ചരിച്ച ദൂരം 120 മീറ്റർ ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ സമയത്തെ സ്പീഡ്? അവരുടെ ഡിഫറൻസ് ഓഫ് സ്പീഡാണ്. കാറിന്റെ സ്പീഡ് വലുതായിരിക്കും, കാര്യം അതുകൊണ്ടാണ് കാർ എന്ത് ചെയ്തത്? ആ ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോയത്. അപ്പോൾ ബസ്സിന്റെ സ്പീഡ്, കാറിന്റെ സ്പീഡ് 75, ബസ്സിന്റെ സ്പീഡ് എന്താണ്? സെയിം ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിലേറ്റീവ് സ്പീഡ് ആകുമ്പോൾ ഡിഫറൻസ് എടുക്കണം. ബസ്സിന്റെ സ്പീഡ് ബി എന്ന് കൊടുക്കുന്നു. ഇത് കിലോമീറ്റർ പെർ അവറിലാണ്. അതിനെ എന്ത് ചെയ്യണം? ഇവിടെ മീറ്ററും സെക്കൻഡും ആണ്. അപ്പൊ കിലോമീറ്റർ പെർ അവറിലുള്ള ഈ വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അതെല്ലാം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ എന്ത് ചെയ്യണം? 5/18 മേലിൽ പോയി. അപ്പൊ എന്താവും? മീറ്റർ പെർ സെക്കൻഡ് ആവും. താഴെ മീറ്റർ പെർ സെക്കൻഡ് ആവും. അപ്പൊ സെക്കൻഡും മീറ്ററും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 120/5. ഓക്കെ, 15/120 എത്ര കിട്ടും? 15 × 8 ആണ്. യെസ്. അപ്പോൾ 75 മൈനസ് ബിയുടെ വാല്യൂ എന്ന് തോന്നുന്നു. 75 - ബിയുടെ വാല്യൂ നമുക്ക് യെസ് ഇവിടെ 5 ഉണ്ട്. 144/5 എന്ന് വന്നു. ബിയുടെ വാല്യൂ 75 - 147/5. അല്ലെങ്കിൽ ഇതിനെ 288/10 എന്ന് എഴുതാം. അതായത് 228.8 ആണ് ആൻസർ. 75 - 28.8. ഇപ്പോൾ ഒരു 1.2 കൂടി കൊടുക്കുമ്പോൾ 30 ആയി. പിന്നെ ഒരു 5 30. അപ്പോൾ 6.2 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി 46.2 കിലോമീറ്റർ പെർ അവറിലായിരിക്കും നമ്മൾ ബിയുടെ വാല്യൂ എഴുതിയിരിക്കുന്നത്. അതായിരിക്കും ആ ഒരു ബസ്സിന്റെ സ്പീഡ്. നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയാം? നമുക്ക് ഡിസ്റ്റൻസ് അറിയാം. 120 മീറ്റർ, അത് 15 സെക്കൻഡിൽ പോയി. 120/15 8 മീറ്റർ പെർ സെക്കൻഡ്. 120/15 ഡിസ്റ്റൻസ് ബൈ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ ആ ഒരു റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അത് 75 മൈനസ് ബസ്സിന്റെ സ്പീഡ് ഇൻറ്റു 5/18 വേണം. 18 ഇവിടെ വന്നു, ഇവിടെ 5 വന്നു. 288/10 ആണ്. 28.8 വന്നു. 75 മൈനസ് 28.8 ബസ്സിന്റെ സ്പീഡ് നമുക്ക് എന്ത് കിട്ടും? 46.2. ഇത്രയും സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യാം. പക്ഷേ ഈ കൺസെപ്റ്റ് ആണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൺസെപ്റ്റ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Places A and B are 144 km apart. Two cars start simultaneously, one from A and other from B. If they move in the same direction, they meet after 12 hours. But if they move towards each other, they meet after 9/8 hours. The speed of the car moving at a faster speed. അപ്പോൾ 144 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് രണ്ടുപേര് സെയിം ഡയറക്ഷനിൽ പോയാൽ അവരുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻസ് ഓഫ് സ്പീഡ് ആയിരിക്കും. A - B. ഫസ്റ്റിന്റെ സ്പീഡ് A - സെക്കൻഡ് സ്പീഡ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 144 ഡിവൈഡഡ് ബൈ അവരുടെ ടൈം 12. അതായത് A - ബിയുടെ വാല്യൂ 12 ആണ്. A + B കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് വരുമ്പോൾ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദെയർ സ്പീഡ്സ് ആയിരിക്കും. അത് നമുക്ക് എന്ത് കിട്ടും? 144 എന്നാണ് ഡിസ്റ്റൻസ്. ടൈം എത്രയാണ്? 9/8 ആണ്. 16 × 8 16 9 ആണ്. 144 16 8 128 എന്ന് വരും. അപ്പോൾ ഫാർ ഓഫ് ദ സ്പീഡ് ഓഫ് ദ കാർ മൂവിങ് ഫാസ്റ്റർ സ്പീഡ്. ഫാസ്റ്റർ സ്പീഡ് വലിയ സ്പീഡുള്ളത് രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. 140ന്റെ പകുതി 70 ആൻസർ കിട്ടും. ഈ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നത് നമ്മൾ ബോട്ടാൻ സ്ട്രീമിൽ ചെയ്യുന്നതാണ്. രണ്ടെണ്ണത്തിന്റെ സമ്മും രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് തന്നാൽ നിങ്ങൾ രണ്ടുകൂടെ കൂട്ടുക. 2A കിട്ടും. 140 കിട്ടും. അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? A കിട്ടും. ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ
ഇതേ ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. സെയിം ഡയറക്ഷനിൽ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് പറഞ്ഞാൽ എന്ത് കിട്ടും? 12 സമം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 16 128. വലുതെന്ന് പറഞ്ഞാൽ 140 പകുതി. ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതെല്ലാം പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. A starts from a point at a speed of 30 meter per second. After 3 seconds, B starts chasing A from the same point with 50 meter per second. The same direction. What will be the total distance traveled by A and B before A is caught by B? Relative speed in the simple question. അപ്പോൾ A 30 മീറ്റർ പെർ സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ 30 മീറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആഫ്റ്റർ 3 സെക്കൻഡ് എത്ര ദൂരം എ സഞ്ചരിച്ച് കാണും? ഒരു സെക്കൻഡിൽ 30 മീറ്റർ ആണെങ്കിൽ 3 സെക്കൻഡിൽ 30 × 3 90 മീറ്റർ എ സഞ്ചരിച്ച് കഴിഞ്ഞു. ബി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ആ സമയത്ത് സെയിം പോയിന്റ് വിത്ത് സ്പീഡ് 50 മീറ്റർ പെർ സെക്കൻഡ് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എയും ഇങ്ങോട്ട് പോകുന്നുണ്ട്. 30 മീറ്റർ പെർ സെക്കൻഡിൽ ബി എന്ത് ചെയ്യുന്നുണ്ട്? 50 മീറ്റർ പെർ സെക്കൻഡിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ടോട്ടൽ രണ്ടുപേരുടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. എ ഓൾറെഡി 90 ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എത്ര സമയം എടുക്കും ഇതിന് ക്യാച്ച് ചെയ്യാൻ? അപ്പോൾ 90 നമ്മളുടെ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിനെ എന്ത് ചെയ്യണം? 0 ആയാലേ ബി എ ക്യാച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഡിഫറൻസ് ഓഫ് സ്പീഡാണ് എടുക്കേണ്ടത്. 50 - 30 20. 50 - 30 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയും സെക്കൻഡ് 9/2 സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എയും മൂവ് ചെയ്യും, ബിയും മൂവ് ചെയ്യും. ആ സമയത്തേക്ക് എന്ത് ചെയ്യും? ബി എയെ മീറ്റ് ചെയ്യും അല്ലെങ്കിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ബി എത്ര ദൂരം സഞ്ചരിച്ചാണ്? 9/2 സെക്കൻഡിൽ 50 × 9/2 25 × 9 225 ബി സഞ്ചരിക്കും. എ ആ സമയം കൊണ്ട് എത്ര പിന്നെയും സഞ്ചരിക്കും? 30 × 9/2 അതായത് 15 9 135. ടോട്ടൽ എത്ര വരും? 35 25 60 90 150 1 3 4 450 മീറ്റർ ആര് സഞ്ചരിക്കും? എല്ലാവരും രണ്ടുപേരുടെ. ഇത് എ സഞ്ചരിച്ച ദൂരമാണ് ആ സമയം കൊണ്ട്, ഇത് ബി സഞ്ചരിച്ച ദൂരമാണ്. രണ്ടും എന്ത് ചെയ്യും? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ തീർക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? എ ബി എ പിടിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. കാര്യം ബി ഓടുന്ന അതേ ദൂരം തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എയും ടോട്ടൽ കവർ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? രണ്ടുപേരെയും ക്യാച്ച് ചെയ്തു, ബി എ ക്യാച്ച് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത് പോലീസ്മാൻ്റെ തീഫിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചെയ്തിട്ട് പറഞ്ഞു CGL ഈ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ക്ലാസ് നോട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എ പോലീസ്മാൻ ചേസസ് എ തീഫ്. ദ സ്പീഡ്സ് ഓഫ് പോലീസ്മാൻ ആൻഡ് തീഫ് ആർ 8 km/h 6 km/h റെസ്പെക്റ്റീവ്ലി. പോലീസിന്റെ സ്പീഡ് കൂടുതലാണ്. ഇഫ് ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ് 10 minutes ലേറ്റ്, വാട്ട് ഡിസ്റ്റൻസ് ഹി വിൽ ക്യാച്ച് ദ തീഫ്? ഇപ്പൊ 10 minutes ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ 6 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂർ പോകുന്നത്. 60 മിനിറ്റിൽ കള്ളൻ 60 മിനിറ്റിൽ 6 കിലോമീറ്റർ പോവും. 10 മിനിറ്റിൽ അവൻ എത്ര പോവും? ഇതേ ബൈ 6 ആണ്, ഇതേ ബൈ 6. 1 കിലോമീറ്റർ ആണ് ആര് സഞ്ചരിക്കുന്നത്? കള്ളൻ സഞ്ചരിക്കുന്നത്. അതായത് കള്ളൻ ഓടി 1 കിലോമീറ്റർ 1000 മീറ്റർ പോയി നിൽക്കുവാണ്. ഇനി അപ്പോ ആ പോലീസും കള്ളനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. ഈ സംഭവം, ഈ ദൂരം ആരാ കവർ ചെയ്യുന്ന? പോലീസും കള്ളനൂടെ റിലേറ്റീവ് സ്പീഡാണ്, സെയിം ഡയറക്ഷനിലാണ്. 8 - 6 2 km/h. 2 km/h. എനിക്ക് വേണമെങ്കിൽ മീറ്ററിലാക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്തുകൊണ്ടാണ്? അവിടെ കിലോമീറ്ററിലാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ആൻസർ എപ്പോഴും ഓപ്ഷൻ നോക്കിക്കോളാം. അപ്പോൾ ഇവിടെ 1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ആ ഒരു ഡിഫറൻസ് 2 km/h ആണ്. ഇത് 10 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം 1/2 ആണ്. 1 കിലോമീറ്റർ 2 km/h എന്ത് ചെയ്യണം? ഇവർ പോകണം. അപ്പൊ ഇതാണ് ടൈം എന്ന് പറയുന്നത്. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഹി വിൽ ക്യാച്ച് ദ തീഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദൂരം പോലീസ് ഓടേണ്ടി വരും? പോലീസ് എത്ര ഓടേണ്ടി വരും? ഹാഫ് മിനിറ്റിൽ. ഇത് ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ അവരുടെ സ്പീഡ്. ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണ് ഇടയ്ക്കുള്ളത്. അവരുടെ റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 2 ആണ്. 1/2 അവർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? പോലീസ് കള്ളനെ പിടിക്കും. അതായത് 8 km/h വെച്ചിട്ട്, അതാണ് 1 മണിക്കൂർ പോകുന്നത്. അങ്ങനെ അരമണിക്കൂർ. ഇപ്പൊ ടൈം ഇൻറ്റു ഡിസ്റ്റൻസ് 8/2 4 കിലോമീറ്റർ എന്ത് ചെയ്യും? ടോട്ടൽ പോലീസ് സഞ്ചരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കള്ളനെ പിടിക്കുന്നത്. ഇത് ഇത്രയും കൺഫ്യൂഷൻ ആക്കണ്ട. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഇതാണ്. ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം ഇൻറ്റു ആ ഒരു സ്പീഡ്. ടൈം ഇൻറ്റു സ്പീഡ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അരമണിക്കൂർ. 1 മണിക്കൂർ 8 കിലോമീറ്റർ പോയാൽ അരമണിക്കൂറിൽ 4 കിലോമീറ്റർ
പോലീസ് സഞ്ചരിക്കും. അടുത്ത്, എ തീഫ് ഈസ് നോട്ടീസ്ഡ് ബൈ എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 500 മീറ്റർ. ദ തീഫ് സ്റ്റാർട്സ് റണ്ണിംഗ് ആൻഡ് ദ പോലീസ്മാൻ ചേസസ് ഹിം. ദ തീഫ് ആൻഡ് പോലീസ്മാൻ റൺ അറ്റ് ദ റേറ്റ് ഓഫ് 17 and 20 km/h റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 8 minutes? അപ്പൊ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? അപ്പൊ ഇവർക്കറിയാം 500 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ് ഇവരുടെ ഇടയിലുള്ളത്. രണ്ടുപേരും ഓടുന്നുണ്ട് 17-20, അതായത് 1 മണിക്കൂറിൽ 20 - 17 3 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസ് കുറയുന്നത്. അതായത് കള്ളൻ 1 മണിക്കൂറിൽ 17 കിലോമീറ്റർ ഓടും, പോലീസ് 1 മണിക്കൂർ 20 കിലോമീറ്റർ ഓടും. അപ്പൊ ഇനിഷ്യലി 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 1 മണിക്കൂറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ്? 3 കിലോമീറ്ററിന്റെ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വേണ്ടുന്നത്? നമുക്ക് 1 മണിക്കൂറിന്റെ കേസൊന്നും വേണ്ട, നമുക്ക് 8 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ദൂരം എന്താണ്? 8 മിനിറ്റ് കഴിയുമ്പോൾ ഇവരുടെ ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 60 മിനിറ്റിൽ 3 കിലോമീറ്ററിന്റെ ദൂരമാണുള്ളത്. 68 ആവണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കിയാൽ പോരെ? 68 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 60നെ 8/60 കൊണ്ട് ഗുണിക്കണം. 60നെ 8/60 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500ന്റെ ആവശ്യമില്ല. 8/60 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? Distance between them after 8 minutes. Okay. Okay. ഇങ്ങനെ ചെയ്യാം. 60 മിനിറ്റിൽ. ഓക്കെ, 8 മിനിറ്റിൽ എത്ര ആവും നോക്കാം. നമുക്ക് നോക്കാം. 8/60 എന്ന് വെച്ചാൽ 4/8/60. 4/30. 4 വെച്ച് കിട്ടിയാൽ 2. 2/15 വിളിച്ചു. ഇതിനെ 2/15 വിളിച്ച് എന്ത് കിട്ടും? 3000 × 2/15 200 × 2 400 മീറ്റർ. യെസ്, സിമ്പിൾ ആണ്. അപ്പോൾ 8 മിനിറ്റിൽ എന്ത് ചെയ്യും? 400 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്. 1 മണിക്കൂറിൽ 3 കിലോമീറ്റർ പോലീസ് കള്ളനേക്കാൾ എക്സ്ട്രാ ഓടിയാൽ 8 മിനിറ്റിൽ എന്ത് ചെയ്യും? 400 മീറ്റർ എന്ത് ചെയ്യും? 400 മീറ്റർ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 1 മണിക്കൂറിൽ അവരുടെ ഡിസ്റ്റൻസ് 3 കിലോമീറ്റർ ആണെങ്കിൽ 8 മിനിറ്റിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 400 മീറ്റർ ആവും. അതിന്റെ അർത്ഥം ഇനിഷ്യലി 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയായി? 400 കുറയും. 8 മിനിറ്റ് കൊണ്ട് 400 മീറ്റർ എന്ത് ചെയ്യും? അധികം പോലീസ് ഓടും. ഇപ്പൊ എത്രയാണ് ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ള? 100 മീറ്റർ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇത് കുറച്ച് കൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആ കള്ളനും തീഫും കൺസെപ്റ്റ് ക്ലാസ്സിൽ നിന്ന്, ഞാൻ ഇപ്പൊ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ 500 മീറ്റർ ആയിരുന്നു ഡിസ്റ്റൻസ്. തീഫും പോലീസും ഓടുന്നുണ്ട് 17ഉം 20ഉം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിനെ സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ 1 മണിക്കൂറിൽ 17 കിലോമീറ്റർ കള്ളം പോകുമ്പോൾ 1 മണിക്കൂർ 20 കിലോമീറ്റർ പോലീസ് പോകുന്നു. അതായത് 1 മണിക്കൂറിൽ 3 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ആണ് പോലീസ് കൂടുതൽ കള്ളനേക്കായി ഓടുന്നത്. അതായത് 60 മിനിറ്റിൽ 3 കിലോമീറ്റർ അധികം ഓടുന്നു പോലീസ്. 8 മിനിറ്റിൽ എത്ര മീറ്റർ ഓടും, അല്ലെങ്കിൽ എത്ര മീറ്റർ ക്ലോസ് ആവും, എത്ര മീറ്റർ കുറയ്ക്കും? 400 മീറ്റർ എക്സ്ട്രാ ഓടും. അല്ലെങ്കിൽ ആ ഒരു റിലേറ്റീവ് സ്പീഡിൽ 400 മീറ്റർ ആണ് അവർ കവർ ചെയ്യുന്നത്. രണ്ടുപേരോട് ഓടിയാലും ആ ഗ്യാപ്പ് എന്തായിട്ട് മാറും? 400 മീറ്റർ പോലീസ് കവർ ചെയ്തു എന്നുള്ള ഒരു രീതിയിലോട്ട് മാറും. 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ബാക്കി അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 500 ആയിരുന്നു ഇനിഷ്യലുള്ളത്, ഇപ്പോൾ എന്തായി? 400 കുറഞ്ഞ് 100 മീറ്റർ ആയിരിക്കും ബിറ്റ്വീൻ ദം ആഫ്റ്റർ 8 മിനിറ്റ്സ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സർക്കുലർ റേസിന്റെ ക്വസ്റ്റ്യൻ. സർക്കുലർ റേസിന്റെ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. സർക്കുലർ റേസ് മലയാളം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാം. ഡീലൻഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സർക്കുലർ റണ്ണിംഗ് പാത്ത് ഈസ് 1452 മീറ്റർ ഇൻ സർക്കംഫറൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 men start from the same point. അല്ലെങ്കിൽ അത് കാണണമെന്നില്ല, ഇവിടെ നോക്കാം. 2 men start from the same point and walk in opposite direction at the speed of 7.5 km/h 9 km respectively. When will they meet for first time? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1452 മീറ്റർ ഈ സർക്കംഫറൻസ്, ഈ ഒരു ദൂരമുള്ള ഒരു റണ്ണിങ് പാത്ത് ഉണ്ട്, അല്ലെങ്കിൽ റേസിംഗ് പാത്ത് ഉണ്ട്. 7.5 ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, 9 ഒരാൾ പോകുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇവര് കാണണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു റൗണ്ട് എന്ത് ചെയ്യണം? രണ്ടുപേരൂടെ കവർ ചെയ്യണം. രണ്ടുപേരൂടെ ഈ ഒരു റൗണ്ട് കവർ ചെയ്യണം. അതായത് 1452 മീറ്റർ എന്ത് ചെയ്യണം? അവർ കവർ ചെയ്യണം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടെ സ്പീഡ് എന്ത് വരും? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് എന്താവും? റിലേറ്റീവ് സ്പീഡ് ആഡ് ചെയ്യും. 9 + 7.5 16.5, അതിനെ 33/2 എന്ന് എഴുതാം. 2 മേലിൽ പോയി. ഇത് km/h, ഇതിനെ m/s ആക്കിയിട്ട്, കാര്യം ഇത് മിനിറ്റ് ആക്കാം. ഓക്കെ, m/s ആക്കാം ആദ്യം. km/h m/s ആക്കാൻ 5/18 വേണം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 5/18 m/s. ഇത് സെക്കൻഡിലാണ്. സെക്കൻഡിനെ വേണ്ടി എന്ത് ചെയ്യണം? മിനിറ്റിലോട്ട് മാറും. അപ്പോൾ സെക്കൻഡിലെ മിനിറ്റിലാക്കാൻ വേണ്ടി എന്താണ്? വീണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ വീണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് കാൽക്കുലേഷൻ ചെയ്യാനുള്ളത് ചെയ്യാം. യെസ് ചെയ്യാം. ഒരു 6 ഇങ്ങെടുത്തു, ബാക്കി 3 വന്നു, ഇവിടെ 11 വന്നു. ഒരു 6 ആണ് എടുത്തത്, ഇവിടെ എന്ത് വന്നു? 10 വന്നു, 50 വന്നു. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. മേലും താഴെ ഒരു
2 കൊണ്ട് ഗുണിച്ചാൽ ഇതെന്താവും? ഇത് 100 ആവും. 11 ഡിവൈഡ് ചെയ്താൽ 1 3 2 132 × 4/100 4 × 2 8 8 അവസാനിക്കും 2 പോയിന്റ് കാണും. 8 അവസാനിക്കും 2 പോയിന്റ് ഉള്ള ഓപ്ഷൻ ബി ആണ്. അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് 132 4 എന്ന് പറയുമ്പോൾ 528 ആണ്. 528/100 5.28 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. മിനിറ്റിലാക്കുന്ന ക്വസ്റ്റ്യൻ മിനിറ്റിൽ തന്നെ ചെയ്യാം. ഇവിടെ കിലോമീറ്ററിലോ അല്ല നമ്മുടെ മണിക്കൂർ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു കൺവേർഷനൊക്കെ നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇവിടെ ചെയ്യാനൊന്നുമില്ല. ആ ഡിസ്റ്റൻസ് എടുത്തു, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അടുത്ത 2 persons start running on a circular track at the speed of 20 meter per second and 30 meter per second in opposite direction. Circumference തന്നിട്ടുണ്ട് 100 meter. Find out how many distinct points they will cross each other. എത്ര ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ ക്രോസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു 100 മീറ്റർ ആണ് ഇവരുടെ ദൂരം എന്ന് പറയുന്നത്. 20 30 വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്താണ് ഓടുവാണ്. അപ്പോൾ എത്ര ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടാം, ചിലപ്പോൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടാം, ഇവിടെ വെച്ച് കണ്ടുപിടിക്കാം, ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് കണ്ടുമുട്ടാം. അങ്ങനെ എത്ര ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ എന്ത് ചെയ്യും അവർ ക്രോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇവരുടെ സ്പീഡ് എടുക്കുക. ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ഡിസ്റ്റൻസിന് ആവശ്യമില്ല. സ്പീഡ് എടുക്കുക 20 30, ജസ്റ്റ് അതിൻ്റെ റേഷ്യോ എടുക്കുക. എന്നുവെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയുക. 2:3 എന്ന് ഒരു റേഷ്യോ, സ്പീഡിൻ്റെ റേഷ്യോ എടുക്കുക. എന്നിട്ട് അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യുക? അത് രണ്ടും കൂടെ കൂട്ടുക. 2 3 ഓപ്പോസിറ്റ് ആണ്, 2 3 5. ഇനി സെയിം ഡയറക്ഷനാണെങ്കിൽ എന്ത് ചെയ്യുക? കുറയ്ക്കും. ഓപ്പോസിറ്റ് ആണെങ്കിൽ x + y, ഇത് എക്സും വൈയും ആണ് നമ്മുടെ ഫൈനൽ റേഷ്യോ എങ്കിൽ സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യുക? x - y. ഇത്രയും ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. ഇവിടെ 2 3 എത്രയാണ്? 5. ഒരിക്കലും 20 30 50 എന്ന് എഴുതിയത് 5 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ എന്ത് ചെയ്യും? അവർ മീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രക്ക് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 384 km at a certain speed. The speed is decreased by 16 km/h. It will take 2 hours more to cover the same distance. 75% of the original speed. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഉണ്ട് 384. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു S1 × S2. S1 പിന്നെ S എന്ന് കൊടുത്താൽ S2 എത്രയാണ്? S - 16 ആണ്. എസ് ആയിരുന്നു ഇനിഷ്യൽ സ്പീഡ് എങ്കിൽ 16 കുറഞ്ഞു. ഡിവൈഡ് ബൈ എസ്, ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 16 ആണ് സ്പീഡിൻ്റെ ഡിഫറൻസ്. എസ് ഒരെണ്ണം 16 കുറവാണ്. ഇൻറ്റു ഡെൽറ്റ ടി. ഇപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? 2 hours more, 2 മണിക്കൂർ കൂടുതൽ. മണിക്കൂറിലായതുകൊണ്ട് മണിക്കൂർ കൊടുത്തു. എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്യാം. 2 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 8. 384 × 8 വന്നു. S × S - 16. ഒരിക്കലും കയറി കാൽക്കുലേഷൻ ഒന്നും ചെയ്ത് കളയരുത്. അപ്പോൾ എന്ത് ചെയ്യാം? എന്നുള്ള എന്തെങ്കിലും ഇങ്ങോട്ട് കൊടുക്കാം. ഇങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്? ഒരു 4 കൊടുക്കാം. 4 7, ഓക്കെ 4 കൊടുക്കാം. 8 കൊടുക്കാം. 8 കൊടുക്കുമ്പോൾ എന്തോരും? 8 × 8 64. കാൽക്കുലേഷൻ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്താലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നുമില്ല. 8 അങ്ങോട്ട് കൊടുക്കുക. 8 ഗുണം ഇവിടെ എന്തോരും? 8 കൊടുത്താൽ ഇവിടെ 4 48. എസ് ഈക്വൽ ടു S × S - 16. ഒരു വാല്യൂവും അതിൽ നിന്ന് 16 കുറയ്ക്കുന്ന വാല്യൂവിൻ്റെ പ്രോഡക്റ്റ് ആണ് റൈറ്റ് സൈഡിലുള്ളത്. ഒരു വാല്യൂവും അതിൽ നിന്നും 16 കുറയ്ക്കുന്ന വാല്യൂ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്പീഡ് എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡ് എത്രയാണ്? 64 km/h ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? 75%. ഇതിൻ്റെ 3/4. ഓക്കെ, 75% എന്ന് പറഞ്ഞാൽ 3/4. 25% 1/4 ആണ്. 75% കഴിഞ്ഞാൽ 3/4 ചെയ്യുക. 16 3 എത്രയാണ്? 48 km/h. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ആദ്യം പഠിച്ച അതേ ഫോമിൽ എന്ത് ചെയ്യാം? പ്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B start moving towards each other from x and y respectively at the same time. The speed of A is 20% more than speed of B. After meeting on the way, A and B takes 2.5 hours and x hours to reach y and x respectively. What is value of x? ഇത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്. രണ്ടുപേര് എയും ബിയും ഇങ്ങനെ വരുന്നു, ഇവൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെന്ന് വെച്ചോ. എ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മീറ്റ് ചെയ്തു. ഈ മീറ്റിംഗ് പോയിന്റ് മീറ്റ് ചെയ്തിട്ട് എ ഇങ്ങോട്ട് പോയി. ബി ഇവിടെ വന്നിട്ട് മീറ്റിംഗ് പോയിന്റ് മീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി. എയുടെ സ്പീഡ് എയും ബിയുടെ സ്പീഡ് ബിയും ആണെങ്കിൽ നമുക്ക് പറയാം ടൈം എ ഇവിടെ നിന്ന് ഇവിടെ വരെ എടുക്കുന്ന ടൈമിൻ്റെ ഇവിടെ ഉള്ള ടൈം ടി എ ആയിക്കോട്ടെ, ഇവിടെ ഉള്ള ടൈം ടി ബി ആയിക്കോട്ടെ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്, കൺസെപ്റ്റ് പഠിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ടി എ ബൈ ടി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും വെച്ചാൽ കൂട്ടിമുട്ടിയ നെറ്റ് മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈമാണ്. √(S_B) ബൈ സ്പീഡ് ഓഫ് ബി ബൈ സ്പീഡ് ഓഫ് എ ആയിരിക്കും. റെസിപ്രോക്കൽ ടു സ്പീഡ് ആയിരിക്കും, പക്ഷേ റൂട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ തിരിച്ചും പറയാം സ്പീഡ് ഓഫ് എ ബൈ സ്പീഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ബി ബൈ ടൈം ഓഫ് എ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, തിരിച്ചു എഴുതാം കേട്ടോ. ഇത് സ്പീഡ് എഴുതാം, ഇത് ടൈം ആവും. എസ് എ ബൈ എസ് ബി എന്ന് പറഞ്ഞാൽ √(T
ഇവിടെ എ ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ബിയുടെ സ്പീഡ് തലയിൽ ചെയ്യണം ബൈ ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്പീഡ് ഓഫ് എ ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. അപ്പോൾ സ്പീഡ് ഓഫ് എ ബൈ സ്പീഡ് ഓഫ് ബി നമുക്ക് എന്ത് കൊടുക്കാം, ദാറ്റ് ഓഫ് ബി 20% 1/5 ആണ്. 5 ആണ് ബിയുടെ സ്പീഡെങ്കിൽ എയുടെ സ്പീഡ് എത്രയാണ്, 6 ആണ്. അതിൻ്റെ വാല്യൂ റൂട്ട് ഓഫ്, ഇത് എയുടെ സ്പീഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ബിയുടെ ടൈം എഴുതണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ആളുടെ ബിയുടെ ടൈം എത്രയാണ്, എക്സ് ആണ്, ഡിവൈഡഡ് ബൈ മീറ്റ് ചെയ്തതിന് ശേഷമുള്ള എയുടെ ടൈം 2.5 മണിക്കൂറിന് എനിക്ക് ഇവിടെ 5/2 എന്ന് എഴുതാം. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുന്നു 36/25 = 2x/5 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 5 വന്നു, ഇവിടെ 18 വന്നു. 18/5 കഴിഞ്ഞാൽ എത്ര വരും, 3ഉം 3/5ഉം. ഓപ്ഷൻ ബി ആൻസർ കൊടുക്കാം. ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചോളുക. ടോട്ടൽ ടൈം ടേക്കൺ ഫോർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ T2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, TA × TB ആയിരിക്കും. TA × TB. മീറ്റ് ചെയ്തതിന് ശേഷം എടുക്കുന്ന ടൈം, മീറ്റ് ചെയ്തതിന് ശേഷം ബി എടുക്കുന്ന സമയം, ഡെസ്റ്റിനേഷൻ എത്താം. ഇത് നല്ലൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. നന്നായിട്ട് പഠിച്ചോളൂ. യെസ്, അപ്പോൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് നല്ല നിലവാരമുള്ള റിലേറ്റീവ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇതുപോലെയാണ് ഈ സീരീസ് പോകുന്നത്. ഓൾറെഡി 20-22 ക്ലാസ്സായി, 220, 230 ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി. അപ്പം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കളക്ഷൻ കിട്ടുകയാണ്. അപ്പോൾ അത് എത്രത്തോളം പേര് ഇത് കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ സീരിയസ്നെസ്സിനനുസരിച്ചിരിക്കും. ഇത് കാണുന്നവർക്ക് അതിൻ്റെ ഗുണം എന്തായാലും 100% ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിനെ സേവ് ചെയ്ത് വെക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഡെയിലി മാത്സിൻ്റെ പ്രാക്ടീസിൽ ഇതിനെല്ലാം ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള സീരീസുമായിട്ട് കാണാം, ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ക്ലാസ്സിലെല്ലാം കാണുക. ഏറ്റവും ബെസ്റ്റായിട്ട് മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.